നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പാലക്കയുടെ നെക്ലസ് ഒട്ടി വിളക്കുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു വരുന്നത്. അപ്പോൾ അതിൽ കല്ല് വെക്കണ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വീഡിയോ കാണും. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ കല്ല് വയ്ക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ക്ലിയറായിട്ട് പാലക്കയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ പാലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ്. അതിൽ പാലക്കയുടെ ആ ഫ്രെയിമുണ്ട്, പിന്നെ അതിൽ ജപം ഒന്ന് കൂട്ടി യോജിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലവർ, കൽക്കവണ, മുത്തിരി, കണ്ണികൾ ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്നതാണ് പാലക്ക. പിന്നെ അതിന് ശേഷമാണ് കല്ല് വയ്ക്കുന്നത്. കല്ല് വെച്ചിട്ട് മടക്കി വയ്ക്കുകയാണ് ചെയ്യുക. അതിൻ്റെ അടിത്തകിട് വെച്ചിട്ട് മടക്കി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ എഴുതുക. അപ്പോൾ നമുക്ക് പാലക്ക എങ്ങനെ ഒട്ടി വളക്കുന്നത് എന്നുള്ളത് വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കയുടെ നെക്ലസിൻ്റെ ഓരോ കട്ടകളാണത്. ഇതിങ്ങനെ ഈ കട്ടകളായിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് ഫ്രെയിം. ഇതാണ് ഫ്രെയിം വരുന്നത്. ഫ്രെയിമിൻ്റെ മുകളിൽ ഈ ജപ വരും. അങ്ങനെയാണ് പണിതിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒട്ടണത് ഇതൊക്കെ എല്ലാം കൂട്ടി യോജിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഒട്ടണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടാൻ ഉപയോഗിക്കുന്നത് നമ്മളിത് ഈ ഫെവി ഗമ്മാണ് കേട്ടോ. ഈ ഫെവി ഗമ്മാണ് ഉപയോഗിക്കുന്നത്. ചില്ലിലാണ് പശ വയ്ക്കുക. ചില്ലിലാണ് നമ്മൾ പശ വെച്ചിരിക്കുന്നത്. ഇത് പാസ്റ്റർ പാരീസ് ഉപയോഗിക്കുന്ന അതേപോലത്തെ ഒരു ഐറ്റംസാണിത്. ആസ്പെറ്റോസ് എന്ന് പറയും നമ്മളിത്. ഇത് എത്ര ചൂടാണെന്നുള്ളത് ഏൽക്കും. അപ്പോൾ നമുക്ക് പൊട്ടിത്തുടങ്ങാം. ഓരോന്നെടുക്കുക. ഈ പശയിലിങ്ങനെ മുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഒട്ടുക. അതുപോലെ അടുത്തെടുക്കുക. അങ്ങനെ അതിൻ്റെ അടുത്ത് അതേപോലെ ഒട്ടുക. പിന്നെ അടുത്തത് എടുക്കുക. പിന്നെ ഓരോന്ന് ഒട്ടുക. ഓരോന്ന് ഒട്ടണത് കാണുമ്പോൾ ഒരുപാട് സമയം എടുക്കുക. അപ്പോൾ ഞാൻ ഇത് മുഴുവനൊന്ന് ഒട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ആസ്പെറ്റോസിൽ മുഴുവൻ പാലക്കയുടെ ഓരോ കട്ടകൾ ഒട്ടി. ഇനി അടുത്ത് നമ്മൾ ഒട്ടാൻ പോകുന്നത് ഇതിനൊരു ഫ്ലവറുണ്ട്. ആ ഫ്ലവറാണ് ഇനി ഒട്ടാൻ പോകുന്നത്. അതിന് ഒട്ടുന്നത് കാണാം. ഇതാണ് ഫ്ലവർ കേട്ടോ. പശയിൽ ഇങ്ങനെ മുക്കുക. അതവിടെ ഒട്ടുക. അടുത്തതും പശയിൽ മുക്കുക. അതങ്ങനെ ഒട്ടുക. അടുത്തതെടുക്കുക. നമ്മളിത് പശയിൽ മുക്കണം. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒട്ടി കൊടുക്കുക. അടുത്തെടുക്കുക. പശയിൽ മുക്കണം. പിന്നെ ഫ്ലവർ ഇങ്ങനെ ഒട്ടി കൊടുക്കുക. ഇതെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇത് മുഴുവൻ ഒട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഫ്ലവറൊക്കെ ഈ പാലക്കയുടെ മുകളിൽ കട്ടറ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളിതിൻ്റെ മുകളിൽ ഓരോ മുത്തിരി ഒട്ടും. ഇനി അത് മുത്തിരി ഒട്ടാം. അത് കാണാം. ഇനി ഈ ചില്ലിലിട്ടതാണ് മുത്തിരി. പിന്നെ ഓരോ മുത്തിരി എടുത്തിട്ട് നമുക്ക് ഒട്ടാം. മുത്തിരി എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ ഈ അറ്റത്ത് വയ്ക്കുകയാണ്. വെച്ചില്ലേ? അടുത്ത മുത്തിരി ഫ്ലവറിൻ്റെ അടുത്ത്. അതേപോലെ അടുത്ത മുത്തിരി എടുക്കുക. ഈ ഫ്ലവറിൻ്റെ ഈ മുകളിൽ വയ്ക്കുക. അടുത്തതും അതേപോലെ അങ്ങനെ വയ്ക്കുക. പിന്നെ വയ്ക്കുക അതേപോലെ. ഫ്ലവറിൻ്റെ മുകളിൽ മുത്തിരിയൊക്കെ ഏകദേശം ഒട്ടി. ഇനിയിപ്പോൾ ഇത് ഈ താഴത്ത് മാത്രം ഒന്ന് ഒട്ടാണ്ട്. താഴത്തുള്ളതൊന്ന് ഒട്ടിക്കുന്നത് കാണാം. കണ്ടോ? ഇവിടെ മുത്തിരി. അടുത്തത് ഇന്നെടുക്കുന്നു. ഇവിടെ ഒട്ടണം. അപ്പോൾ ഏകദേശം നമ്മുടെ പാലക്കയിൽ മുത്തിരിയും ഫ്ലവർ അല്ലാതെ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈഡ് കണ്ണി വെക്കണം. കണ്ണി വെച്ചാൽ പിന്നെ നമുക്ക് വളക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൽക്കവണ വയ്ക്കുന്നത്.
കൽക്കവണ പറഞ്ഞാൽ കല്ല് വയ്ക്കണത്. ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലാണ് കൽക്കവണൊക്കെ വയ്ക്കണത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ കമൻറ്റുകളൊക്കെ ഒന്ന് എഴുതുക. പിന്നെ എങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ഈ പാലക്കയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പണിയുന്നത്, ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് കണ്ണി വയ്ക്കുന്ന വീഡിയോ കാണാം. ഓരോ കണ്ണികൾ വയ്ക്കാം. 2 ഫ്ലവറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താണ് കണ്ണി വയ്ക്കുന്നത്. ഇവിടെ ഒരു കണ്ണി വയ്ക്കാം. സ്പെഷ്യൽ നമുക്ക് ഈ സൈഡ് ഫ്ലവറിൻ്റെ അവിടെ കണ്ണി വയ്ക്കാം. കണ്ണി ഇവിടെ വയ്ക്കാം. അടുത്തതിൻ്റെ അപ്പുറത്ത് വയ്ക്കട്ടെ. നമുക്ക് ഇപ്പുറത്ത് കണ്ണി വയ്ക്കാം. ഇത് മറ്റേ പശ ആയത് കാരണം ഈ ചവണയിൽ ഇങ്ങനെ ഒട്ടുന്നു. അത് ടൂൾസിൻ്റെ പേര്, ഈ സാധനത്തിൻ്റെ പേര് ചവണ എന്നാണ് കേട്ടോ പേര്. സ്റ്റീൽ ചവണയാണിത്. നമുക്ക് ഓരോ ടൂൾസിന് ഓരോ പേരുകളുണ്ട്. അടുത്തത് നമുക്ക് അങ്ങനെ വയ്ക്കാം. കണ്ണി ഏകദേശം നമ്മുടെ പാലക്കയിൽ ഫ്ലവറും കണ്ണിയും മുത്തിരിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് വളക്കണതാണ് കേട്ടോ. വളക്കണ വീഡിയോസാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വളക്കാം. നമ്മൾ കേടിയം പൊടി കേട്ടോ, കാഡ്മിയം പറയും. ആ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കേടിയം പൊടിയിൽ വെച്ചിട്ടാണ് ഇത് വളക്കണത്. അപ്പോൾ വളക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് വളക്കണത് കാണാം. ഒട്ടുന്നതിനേക്കാളും ഏറ്റവും സിമ്പിളാണ് വളക്കുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓരോരുത്തർക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് ഫുള്ളായിട്ട് വളർത്തുന്നത് കാണിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇത് വളർത്തുന്നതിൽ ഈ കണ്ണികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അതൊക്കെ ക്ലിയർ ആക്കണം. ഈ കണ്ണികളൊക്കെ ഈ കണ്ണികളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയിരിക്കുന്നുണ്ട്. അതൊക്കെ ഇനി ശരിയാക്കി എടുക്കണം. കണ്ണികളൊക്കെ നീങ്ങിപ്പോയിരിക്കും. അതൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി വെച്ച് ഈ കണ്ണി ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത് നമ്മളിങ്ങനെ എടുക്കും. ഈ കണ്ണി ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങോട്ട് നീങ്ങി വരും. അല്ലെങ്കിൽ ഇതൊന്ന് വേർപ്പെടുത്തി എടുക്കണം. ഇതൊന്ന് വേർപ്പെടുത്തി എടുക്കണം നമുക്ക്. എടുത്തിട്ട് എടുത്തില്ലേ നമ്മൾ, എന്നിട്ട് ഇതേപോലെ അങ്ങനെ ചേർത്ത് വെച്ചാൽ ഇത് പിടിച്ചു കണ്ണി പിടിച്ചില്ല. അത്രയുള്ളൂ, സിമ്പിൾ പരിപാടി. ഇതേപോലെ നമ്മൾ വളർത്തുന്ന സമയത്ത് അങ്ങോട്ട് കണ്ണികളൊക്കെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയറാക്കി ചെയ്ത് കൊടുക്കണം. സംഗതി സിമ്പിളാണ്. പണി അറിയുന്ന ആൾക്കാർക്ക് സിമ്പിളാണ്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടം പോലെ തോന്നും. ഇതൊക്കെ അങ്ങോട്ട് നീങ്ങി പോരുന്നു. നമ്മൾ മുട്ടുമ്പോഴേക്കും ഇത് അങ്ങോട്ട് നീങ്ങിപ്പോണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ നീക്കി കൊടുക്കും. നീക്കി കൊടുത്തു. ഇതാണ് നമ്മുടെ പാലക്ക കേട്ടോ. ഇതാണ് പാലക്ക. ഇതാണ് പാലക്ക. അത്ര ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുഴുവൻ വളക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളക്കളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽക്കവണ വയ്ക്കണം. കൽക്കവണ വയ്ക്കണതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോണത്. കൽക്കവണ വയ്ക്കണത് നമ്മൾ ഈ സെൻറ്ററിലാണ് നമ്മൾ കൽക്കവണ വയ്ക്കുന്നത്. ഇപ്പോൾ കാണിക്കണതാണ് കൽക്കവണ പറയണത്. ഈ 4 മുള്ള് പോലെ നിൽക്കണില്ല, ആ മുള്ളിൻ്റെ അവിടെ കല്ല് വെച്ചിട്ട് മടക്കി വയ്ക്കാനുള്ളതാണ് കേട്ടോ. കല്ല് വയ്ക്കുന്ന ഒരു വീഡിയോ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി.
അപ്പോൾ നമ്മുടെ ഏകദേശം പാലക്കക്കാട്ടിൽ കൽക്കവണ വെച്ചു കേട്ടോ. കൽക്കവണ മുള്ളു പോലുള്ളതാണ് കൽക്കവണ. അതിൽ ആ ഗ്യാപ്പിലേക്ക് ഇറക്കി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ ചെറിയൊരു വിളക്ക് വരും പുറകുവശത്ത്, 4 സൈഡ് വരെ ചെറിയൊരു വിളക്ക്, ചെറിയതായിട്ടൊന്ന് വിളക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം പാലക്കയുടെ കട്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ വ്യൂസുകൾക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്വർണത്തിൻ്റെ ആണെങ്കിലും മറ്റേ കോപ്പറിൻ്റെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ സ്വർണത്തിൻ്റെ ആകുമ്പോൾ ഇവിടെ നമുക്കൊരു മുത്തിരിയല്ല ഉപയോഗിക്കുക, ഒരു കുമിള പറഞ്ഞൊരു സാധനമാണ് ഉപയോഗിക്കുക. പക്ഷെ നമ്മളിവിടെ അതിൽ മുത്തിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സ്വർണത്തിൻ്റെ ആകുമ്പോൾ ഈ സൈഡും ഇപ്പുറത്തെ സൈഡും ഓരോ മുത്തിരി വേണ്ടി വരും. പക്ഷെ നമ്മൾ അത് അങ്ങനത്തെ മുത്തിരി വെക്കണില്ല, ഇതിലങ്ങനെ പൊതുവെ വെക്കാറില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ നല്ല നല്ല കമൻറ്റുകളും എഴുതുക. എന്നാൽ മാത്രമാണ് അടുത്തുള്ള ദിനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നെക്ലസിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനേക്കാളും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നത് വരെ ബൈ.